ഡീൽ ആരോപണം വരുന്നത് ലീഡിലുള്ള ആത്മവിശ്വാസം കുറയുമ്പോഴാണ്. പക്ഷേ എനിക്ക് മനസ്സിലാവാതെ പോകുന്നത് ഇപ്പോഴും ഈ ഡീൽ ആരോപണങ്ങൾ ഉന്നയിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. നുണകളിലൂടെ ഡീൽ ആരോപണങ്ങളിലൂടെ ഈ തെരഞ്ഞെടുപ്പിനെ ഹൈജാക്ക് ചെയ്യാൻ ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വ്യക്തമായും തിരിച്ചറിയണം. ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കള്ളത്തരങ്ങൾ കൂടി ഇന്ന് പറഞ്ഞ് എനിക്കിത് അവസാനിപ്പിക്കാൻ പറ്റൂ. ഒന്ന്, വയനാടുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. നമ്മൾ ചോദിച്ച ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മറുപടി വയനാട്ടിൽ അവിടെ പണി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ചോദ്യത്തിനുള്ള മറുപടി സർക്കാർ ഭൂമി തരുമെന്ന് കാത്തിരുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും പച്ചക്കള്ളമാണ്. ഈ നിമിഷം വരെ മേപ്പാടി പഞ്ചായത്തിൽ നിന്ന് ടൗൺ പ്ലാനിങ്ങിനുള്ള ഒരു അനുമതി കിട്ടിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ ബിൽഡിങ്ങിന്റെ നിർമ്മാണത്തിന് ചുമതലയേറ്റിരിക്കുന്ന ടോണിക്ക് എത്ര വിസ്തൃതിയിൽ ഏതൊക്കെ ഇടങ്ങളിൽ എങ്ങനെ കൃത്യമായിട്ട് വീട് നിർമ്മിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെ ലഭ്യമായിട്ടില്ല. അവിടെ ഒരു കല്ലിന്മേൽ മറ്റൊരു കല്ല് ഇതുവരെ വന്നിട്ടില്ല. പരസ്പരം ആ കോമ്പൗണ്ട് ഒന്ന് മറയ്ക്കുക മാത്രമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാവുന്നത്. സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. സർക്കാരിന്റെ റവന്യൂ വകുപ്പിലേക്കോ മുഖ്യമന്ത്രിയുടെ അടുത്തേക്കോ കോൺഗ്രസിന്റെ രേഖാമൂലമുള്ള ഒരു കത്തും ഈ ഞങ്ങൾക്ക് വയനാട് ഭൂമി സർക്കാർ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്തും എത്തിയിട്ടില്ല. പ്രതിപക്ഷ നേതാവിനോടുള്ള എൻ്റെ ലളിതമായൊരു ചോദ്യം, അങ്ങനെ ഒരു കത്ത് UDFിൻ്റെ ഭാഗത്തു നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വിടണം എന്നുള്ളതാണ്. അതല്ലാതെ ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കാവുന്ന ഒരു നിലപാട് സ്വീകരിക്കരുത് എന്നുള്ളതാണ്. കുറച്ചെങ്കിലും ആ കാര്യത്തിൽ ഒരു സത്യസന്ധത കാണിക്കണം. അതിൽ വയനാട് ഭൂമി സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. സർക്കാരിനോട് ഭൂമി കോൺഗ്രസ് ചോദിച്ചത് ഔദ്യോഗികമായി ചോദിച്ചതിൻ്റെ ഒരു രേഖയും റവന്യൂ വകുപ്പിലില്ല, അഥവാ റവന്യൂ വകുപ്പിന് കൈമാറിയിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് വയനാടിനെ സംബന്ധിച്ച് ഈ കള്ളം പറയുന്നതും ഡീൽ ആരോപണവുമായി വരുന്നതും യഥാർത്ഥത്തിൽ വികസനം ചർച്ചയാക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നുള്ള എൻ്റെ നിലപാട് ഞാൻ ആവർത്തിക്കുന്നു.